കൊറോണയ്ക്ക് മുൻപ് തിയേറ്ററിൽ കണ്ട അവസാന സിനിമ പറഞ്ഞു പഴകിയ കഥയായിരുന്നെങ്കിലും മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം കൊണ്ട് വേറെ ലെവലായ സിനിമ ഷൈലോക്ക്. തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവലായിരുന്നു. പുട്ടിന് പീരയിടുന്ന പോലെ ഗോപിയണ്ണന്റെ ബീച്ചും ഇടക്കിടയ്ക്ക് വരുന്നത് പിന്നീട് കുറെ ട്രോൾ കിട്ടിയെങ്കിലും ഞാൻ അത് ആസ്വദിച്ചിരുന്നാണ് കണ്ടത്. അട്ടാറായിട്ട് തന്നെയായിരുന്നു ഞാൻ ചെയ്തു വെച്ച. എന്തായാലും മാമാങ്കത്തിന് വൻ പ്രതീക്ഷയായിരുന്നത് കൊണ്ട് ഞാൻ ഉൾപ്പെടുന്ന മമ്മൂക്ക ഫാൻസ് ഈ ചിത്രത്തിന് അത്ര താല്പര്യം കൊടുത്തിരുന്നില്ല. ഇതിന്റെ റിലീസ് ഡേറ്റ് മാറ്റിയപ്പോൾ പ്രൊഡ്യൂസർ ജോബി ചേട്ടന്റെ ഫേസ്ബുക്കിൽ ഞാനും നന്ദി അറിയിച്ചിരുന്നു. എന്താല്ലേ മാമാങ്കം പോട്ടെ, നല്ല സെറ്റായി പോയ ഫസ്റ്റ് ഹാഫ്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്റ്റോറി പറയുന്ന സീനൊക്കെ അല്പം കൂടി സെറ്റായിട്ട് എഴുതാമായിരുന്നു. അവിടേക്ക് ഒരു ലോ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ അതിനുശേഷം ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ മമ്മൂക്ക സിദ്ദിഖിക്ക് ഫോൺ വിളിക്കുന്ന സീനൊക്കെ തൊട്ട് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ അതേ ഒരു ഫീലൊക്കെ നമുക്ക് വീണ്ടും കിട്ടാൻ തുടങ്ങി. പിന്നെ ക്ലൈമാക്സിലെ മമ്മൂക്കയുടെ ഫൈറ്റ് എടുത്ത് പറയേണ്ടതില്ലല്ലോ. എങ്ങനെ നോക്കിയാലും മൊത്തത്തിൽ പറഞ്ഞ തിയേറ്ററിൽ അതൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. പക്ഷേ സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല, കണ്ട് മറന്ന ഒരു കഥ. എന്തായാലും ഷൈലോക്ക് കൊടുത്ത പൈസക്ക് എനിക്ക് മുതലായി. അതുപോലത്തെ മമ്മൂക്കയുടെ ഒരു വൺ മാൻ ഷോ കാണാനാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്. നമ്മൾ പണ്ട് കണ്ട പോക്കിരാജയോ ഷൈലോക്കോ രാജമാണിയൊക്കെ പോലെ ഒരു അഴിഞ്ഞാട്ടം, അത് ഇപ്പോഴും മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് നാളുകളായിട്ട് മിസ്സിംഗ് ആണ്. എന്തായാലും ഷൈലോക്കിനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ ഇതൊക്കെയാണ്. നിങ്ങളുടെ ഓർമ്മകൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക.